സന്തോഷ് ട്രോഫി ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. 12 ടീമുകൾ അണിനിരക്കുന്ന ഫൈനൽ റൗണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് ഹൈദരാബാദിലെ ഡെക്കാൻ അരീനയിൽ തുടക്കമാകും. കേരളത്തിന്റെ ആദ്യ മത്സരം നാളെ ഗോവയ്ക്കെതിരെയാണ്. 12 ടീമുകൾ 2 ഗ്രൂപ്പുകളിലായി പോരിനിറങ്ങുകയാണ്. 78ാമത് സന്തോഷ് ട്രോഫിയുടെ കിരീടാവകാശം ഉറപ്പിക്കാൻ ഗ്രൂപ്പിലെ 4 ടീമുകൾ ക്വാർട്ടറിലേക്ക് മുന്നേറും. രണ്ടാമത്തെ മത്സരം നാളെ രാവിലെ 9 മണിക്ക് കേരളത്തിൻ്റെതാണ്. ഗോവയാണ് കേരളത്തിന്റെ എതിരാളികൾ. നിലവിലെ റണ്ണറപ്പുകളാണ് ഗോവ. വിവിധ സോണുകളിലായി നടന്ന 9 ഗ്രൂപ്പ് മത്സരങ്ങളിലെ ജേതാക്കളും നിലവിലെ കിരീട ജേതാക്കളായ സർവീസസും റണ്ണേഴ്സപ്പായ ഗോവയും ആതിഥേയരായ തെലങ്കാനയും ഉൾപ്പെടെ 12 ടീമുകളാണ് 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഫൈനൽ റൗണ്ടിൽ ഏറ്റുമുട്ടുന്നത്. ഇതിൽ ഒരു ഗ്രൂപ്പിൽ ആദ്യ 4 സ്ഥാനങ്ങളിലെത്തുന്ന 4 ടീമുകൾ ക്വാർട്ടറിലേക്ക് പ്രവേശിക്കും. അങ്ങനെ 8 ടീമുകളാണ് ക്വാർട്ടറിലെത്തുന്നത്. ഈ മാസം 26, 27 തീയതികളിലാണ് ക്വാർട്ടർ ഫൈനലുകൾ. 29 സെമി ഫൈനലുകളും 31 ഫൈനലും നടക്കും. ഗ്രൂപ്പ് എയിൽ സർവീസസ്, പശ്ചിമബംഗാൾ, മണിപ്പൂർ, ജമ്മുകാശ്മീർ, രാജസ്ഥാൻ, തെലങ്കാന എന്നീ ടീമുകളാണുള്ളത്. ഗ്രൂപ്പ് ബിയിൽ കേരളം, ഗോവ, ഡൽഹി, തമിഴ്നാട്, ഒഡീഷ, മേഘാലയ എന്നീ ടീമുകളാണുള്ളത്. ഗ്രൂപ്പ് ബിയിലെ ടീമുകളായിട്ട് കേരളം പരസ്പരം ഏറ്റുമുട്ടും. ഇത്തവണ മികച്ച ടീമിനെ തന്നെയാണ് കേരളം വിന്യസിച്ചിരിക്കുന്നത്. കോഴിക്കോട് നടന്ന ഗ്രൂപ്പ് തല പ്രാഥമിക മത്സരങ്ങളിൽ കേരളം മികച്ച വിജയങ്ങൾ നേടിയിരുന്നു. ആ ഒരൊറ്റ ആത്മവിശ്വാസത്തിലാണ് കേരളം കിരീടം നേടാൻ വേണ്ടി ഇറങ്ങുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ സർവീസസും 32 തവണ സന്തോഷ കപ്പടിച്ച പശ്ചിമ ബംഗാളും വടക്ക് കിഴക്കൻ കരുത്തരായ മണിപ്പൂരും ഉൾപ്പെട്ട ഗ്രൂപ്പ് എ അല്പം കടുത്തതാണ്. ഗോവയും തമിഴ്നാടും മേഘാലയയുമാണ് കേരളത്തിന്റെ ഗ്രൂപ്പിലെ കരുത്തർ. നാളെ ഗോവയെ നേരിടുന്ന കേരളം നിറയെ പ്രതീക്ഷയിലാണ്. കേരളം ടീം 13-ാം തീയതി ഹൈദരാബാദിലെത്തി. നമ്മൾക്ക് ആദ്യ മത്സരം ഗോവയുമായി 15-ാം തീയതിയാണ്. ഗോവ തീർച്ചയായിട്ടും നല്ലൊരു ടീമാണ്. നല്ലൊരു ഓപ്പണന്റ് ആയിരിക്കും ഗോവ. അതുപോലെ തന്നെ ബാക്കിയുള്ള ടീമുകളും നല്ല ടീമുകളാണ്. കേരളവും നല്ല പ്രാക്ടീസും കാര്യങ്ങളും ചെയ്ത് നല്ല ഫിറ്റിലാണ്. നല്ല മത്സരങ്ങൾ പ്രതീക്ഷിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ടീം പെർഫോം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതുവർഷത്തിൽ 8ാം കിരീട നേട്ടത്തിന്റെ സന്തോഷം കേരളത്തിന് സ്വന്തമാകുമോ? യോഗ്യതാ റൗണ്ടിൽ ഗോൾ വഴങ്ങിയില്ലെങ്കിലും കളി മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ ഹൈദരാബാദിൽ മുന്നോട്ടുള്ള പാത കടുത്ത വെല്ലുവിളി നിറഞ്ഞു തന്നെയാകും. സുരേഷ് എടപ്പാൾ, സ്പോർട്സ് ഡെസ്ക്, ദൂരദർശൻ ന്യൂസ്.